ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ എല്ലാ TV സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ജാനകി അമ്മയെ കാണാൻ ഓടിപ്പിടിച്ചു വന്നപ്പോൾ അമ്മയില്ല അവിടെ. മേരിയമ്മ അമ്മയെ കാണുന്നില്ലെന്നുള്ള വിവരം പറഞ്ഞു. കാണുന്നില്ലെന്നോ? ഞാൻ എല്ലാ സ്ഥലത്തും നോക്കി മോളെ, വീടിനകത്തും പുറത്തും ഒക്കെ നോക്കി, എങ്ങും കാണുന്നില്ല, രാധാമണിയെ കാണാനില്ല എന്ന് പറഞ്ഞു. അപ്പോഴത്തേക്കും ജാനകി നിന്ന് കരയാൻ തുടങ്ങി. അപ്പോഴേക്കും അമ്മാമ എവിടെ പോയതോ അമ്മേ, ഇന്ന് എനിക്ക് അമ്മാമയെ കാണുമെന്ന് പറഞ്ഞു. പൊന്നു ഭയങ്കര നിർബന്ധം. അപ്പോൾ മേരിയമ്മ എന്തെടുക്കുമായിരുന്നു മേരിയമ്മ എന്ന് ചോദിച്ചുകൊണ്ട് ജാനകി. അപ്പോഴേക്കും മേരിയമ്മ ഉള്ള കാര്യം പറഞ്ഞു. ആ സമയം മേരിയമ്മ വാഹനങ്ങൾ വല്ലതും വരുന്ന ശബ്ദം മറ്റോ കേട്ടോ എന്ന് ചോദിച്ചപ്പോൾ ഇല്ല മോളെ, രാധാമണി റോഡിലൂടെ നടക്കുന്നുണ്ടാവും, ഒന്ന് വേഗം പോയാൽ കണ്ടുപിടിക്കാവെന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ മേരിയമ്മ പറയുന്നിട്ട് മേരിയമ്മയെ കൊച്ചിനെ ഏൽപ്പിച്ചിട്ട് അങ്ങ് പോവുക. അപ്പം ഈ ഒരു സമയത്ത് അമ്മ ഇപ്പം അമ്മമ്മയെ കൂട്ടിക്കൊണ്ട് വരൂ കേട്ടോ എന്നും പറഞ്ഞിങ്ങനെ നമ്മുടെ മേരിയമ്മ കൊച്ചിനെ സമാധാനിപ്പിക്കുക. ഈ സമയത്ത് പൊന്നൂനും അമ്മമ്മയെ ഇപ്പോൾ കാണണമെന്നും പറഞ്ഞുകൊണ്ട് നിർബന്ധം പിടിക്കുക. സമയത്ത് എൻ്റെ ഈശോയെ, പാപിയായി പോയാലോ, ഞാൻ എപ്പോഴും കൂടെ ഉണ്ടാകണമെന്ന് 100 വട്ടം പറഞ്ഞിട്ട് ആ ജാനകി പോയത്. ഞാൻ എന്താ ചെയ്യുന്നത് എൻ്റെ കർത്താവേ, ഈ സാധുവിനെ പരീക്ഷിക്കരുത് എൻ്റെ കർത്താവേ എന്ന് പറഞ്ഞ് ഭയങ്കര പ്രാർത്ഥന. ഈ ഒരു സമയത്ത് പിന്നെ കാണിക്കുന്ന അബി ഇങ്ങനെ വഴിയിൽ വെയിറ്റ് ചെയ്ത് നിൽക്കുക കേട്ടോ. അപ്പോൾ അബിയുടെ വണ്ടി അതുവഴി വരുന്നുണ്ട്. അപ്പോൾ അബിയുടെ വഴി അതുവഴി വന്നു. അബി കൈ നീട്ടി നമ്മുടെ ഭായ് സക്കീർ ഭായ് വന്ന് വണ്ടിയിൽ നിന്ന് ഇറങ്ങി. അപ്പം ഞാൻ വണ്ടി എടുക്കുന്നത് തമ്പിയുടെ ആൾക്കാർ കണ്ടു, അപ്പോഴാണ് അവർക്ക് അബദ്ധം പറ്റിയത് മനസ്സിലായതെന്നൊക്കെ പറഞ്ഞിങ്ങനെ പറയുമ്പം ഉറപ്പായും ഞങ്ങൾ വരുന്ന വണ്ടികൾ കയറുന്നത് തമ്പിയുടെ ആൾക്കാർ കാത്തു നിന്നിട്ടുണ്ടാവുമോ എന്നൊക്കെ പറഞ്ഞിങ്ങനെ അബി പറയപ്പോൾ പെട്ടെന്ന് തന്നെ സക്കീർ ഭായ് താക്കോൽ കൊടുത്തിട്ട് അബിയോട് പൊക്കോളാൻ പറഞ്ഞു. അപ്പോഴാണ് അബിയുടെ ഫോണിലേക്ക് ജാനകിയുടെ കോള് വരുന്നത്. അമ്മയെ കാണാനില്ല എന്ന് പറഞ്ഞെന്നും പറഞ്ഞു. അപ്പോൾ പൊന്നൂനെ വീട്ടിലിരുത്തി ഞാൻ അമ്മയെ അന്വേഷിച്ച് ഇറങ്ങിയതാണെന്നും അബിയെന്നൊന്ന് വേഗം വരാനൊക്കെ ജാനകി പറഞ്ഞു. മേരിയമ്മ അവിടെ ഉണ്ടായിരുന്നില്ലേ എന്ന് ചോദിച്ചു. എന്താ അബി, എന്താ കാര്യം എന്ന് ചോദിക്കുമ്പോൾ ജാനകി അവിടെ അമ്മയെ കാണാനില്ല എന്ന് സക്കീർ ഭായിയോട് പറയാം. മേരിയമ്മ അകത്തേക്ക് പോയ സമയത്ത് അമ്മ ഇറങ്ങിപ്പോയതെന്ന കാര്യം ജാനകി അബിയോട് പറയാം. ഇനി തമ്പിയുടെ ആൾക്കാരെങ്ങാനും അമ്മയെ പിടിച്ചോണ്ട് പോയതെന്ന് പോലും എനിക്ക് സംശയം ഉണ്ടെന്നൊക്കെ ഇങ്ങനെ പറയുമ്പം നീ സമാധാനമായിട്ടിരിക്കും ജാനകി, ഞാൻ ഉടനെ എത്താം. സക്കീർ ഭായ് വണ്ടിയെ കയറാൻ പറഞ്ഞുകൊണ്ട് അബി സക്കീർ ഭായിയെ വിളിച്ചു വണ്ടിയിൽ കയറ്റി. അങ്ങനെ അവർ പോവാം. ആ സമയത്ത് ജാനകിയാണെന്നുണ്ടെങ്കിൽ വണ്ടിയിലിരുന്ന് ഡ്രൈവറുമായിട്ട് സംസാരിക്കുക. അപ്പോൾ ഇറങ്ങിപ്പോയതാണെങ്കിൽ അധികം ദൂരമൊന്നും പോയി കാണില്ല എന്നൊക്കെ പറഞ്ഞിങ്ങനെ അയാളുമായിട്ട് സംസാരിച്ച് ജാനകി അങ്ങനെ പോകുന്നു. ഈ സമയത്താണ് ബാഗും തൂക്കി എങ്ങോട്ടൊന്നും അറിയാതെ നമ്മുടെ പ്രഭാവതി വരുന്നത്. അപ്പോൾ അപർണയുടെ കൂടെ ഒന്ന് കാറിൽ പോയ ഒരു പരിചയം മാത്രമേ എനിക്കുള്ളൂ, ആരെങ്കിലും കണ്ടിരുന്നെങ്കിൽ ഒന്ന് ചോദിക്കാമായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഈ ബാഗും എടുത്ത് ഇങ്ങനെ നടന്നു വരുന്ന സമയത്താണ് നമ്മുടെ അമ്മയെ കാണുന്നത്. അതായത് രാധാമണി അമ്മയെ പ്രഭാവതി അമ്മ കാണുന്നത്. അതെ, ഒന്ന് നിൽക്കുമോ, ഒരു കാര്യം ചോദിക്കാനാണെന്ന് പറഞ്ഞു. അപ്പോഴേക്കും അമ്മ അവിടെ സ്റ്റക്കായിട്ട് അങ്ങനെ അങ്ങ് നിന്നു കേട്ടോ. ഈ കാരുണ്യദീപം എവിടെയാണെന്ന് അറിയാവോ, ഞാൻ കുറച്ച് ദൂരെ നിന്നാണ് വരുന്നതെന്നൊക്കെ പ്രഭാവതി അമ്മ ഇങ്ങനെ പറയുക കേട്ടോ. അപ്പോഴും അമ്മയൊന്നും മിണ്ടുന്നില്ല. ഓൾഡ് ഏജ് ഹോം ആണെന്നും ഈ ഭാഗത്ത് എവിടെയോ ആണെന്നാണ് പറഞ്ഞത്, പക്ഷേ ഞാൻ നോക്കിയിട്ടൊന്നും കാണുന്നില്ല എന്നും പ്രഭാവതി ഇങ്ങനെ പറയുക. അപ്പോൾ ഞാൻ ഒരിക്കലും ഇവിടെ വന്നിട്ടുണ്ട്, ഇപ്പോൾ ഒരു പിടുത്തവും കിട്ടുന്നില്ല എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. രാധാമണി അമ്മയൊന്നും മിണ്ടുന്നില്ല, ഇങ്ങനെ അങ്ങോട്ട് തന്നെ നോക്കി നിൽക്കുക. അപ്പോൾ ഞാൻ ചോദിച്ചത് മനസ്സിലായില്ലേ എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചു കേട്ടോ. അപ്പോൾ ഇവരെന്തൊന്നും മിണ്ടാത്തെ എന്നിട്ട് പ്രഭാവതി മനസ്സിലിങ്ങനെ ചിന്തിക്കാം. കണ്ടിട്ട് നല്ല വീട്ടിലാണെന്ന് തോന്നുന്നല്ലോ, എന്തെങ്കിലും കുഴപ്പം കാണുമോ എന്നൊക്കെ പ്രഭാവതി മനസ്സിലിങ്ങനെ ചിന്തിക്കുക. എന്നിട്ട് അതേ, ഈ കാരുണ്യദീപം എവിടെയാണെന്ന് അറിയാവോ എന്നിങ്ങനെ ചോദിച്ചു. പക്ഷെ രാധാമണി അമ്മയൊന്നും മിണ്ടുന്നില്ല. അപ്പോൾ ഇനി ചോദിച്ചിട്ട് കാര്യമില്ലെന്ന് ഓർത്ത് നമ്മുടെ പ്രഭാവതി അമ്മ ഇങ്ങനെ മൈൻഡ് ചെയ്യാതെ ഇങ്ങനെ നടന്നിങ്ങനെ പോരുക. അപ്പോൾ നടന്നിങ്ങനെ പോകുന്ന സമയത്ത് പ്രഭാവതി അമ്മ പെട്ടെന്ന് എന്തോ സംശയം കൊണ്ട് തിരിഞ്ഞു നോക്കിയപ്പോൾ ആ അമ്മ, അതായത് രാധാമണി അമ്മ നേരെ പ്രഭാവതി അമ്മയുടെ അടുത്തേക്ക് വരുക കേട്ടോ. അപ്പോൾ എൻ്റെ പൊന്നു ദൈവമേ, ഈ വയ്യാവേലി ആയ എൻ്റെ തലയിൽ കയറിയോ, അങ്ങോട്ട് പോയി എന്തിനാ ഇപ്പോൾ ഇവർ എൻ്റെ പിന്നാലെ വരുന്നതെന്നൊക്കെ ഇങ്ങനെ ചിന്തിക്കുക കേട്ടോ നമ്മുടെ പ്രഭാവതി അമ്മ. അപ്പം നിങ്ങളെന്തിനാ എൻ്റെ പുറകെ വരുന്നതെന്ന് പ്രഭാവതി അമ്മ രാധാമണി അമ്മയോട് ചോദിച്ചു. അപ്പോൾ ഈ കുപ്പിയിലേക്ക് നോക്കിയാണ് നിൽക്കുന്നത്. ഇങ്ങനെ കുപ്പിയിലേക്ക് നോക്കി ഇങ്ങനെ നിൽക്കുക. ആ സമയത്ത് പ്രഭാവതിക്ക് എന്തോ ഒരു സംശയം. എന്താ, വെള്ളം വല്ലതും വേണമെന്ന് ചോദിച്ചു. ഇതാ കുടിച്ചോ എന്നും പറഞ്ഞുകൊണ്ട് ആ വെള്ളം അങ്ങ് കൊടുത്തു. അങ്ങനെ നമ്മുടെ രാധാമണി അമ്മ ആ വെള്ളം കുറേ കുടിച്ചു. എന്നിട്ട് ഇത് പിടിച്ചുകൊണ്ടിങ്ങനെ നിൽക്കുക. അപ്പോൾ നിങ്ങൾക്ക് എങ്ങോട്ടാണ് പോവേണ്ടത്, ചെവി കേൾക്കില്ലേ എന്നൊക്കെ ചോദിക്കുക. രാധാമണി ഒന്നും മിണ്ടാതെ വന്നു കഴിഞ്ഞപ്പോഴേ ഇങ്ങനെ കുറേ അങ്ങോട്ട് ചോദിക്കുന്നുണ്ട്, പക്ഷെ ഒന്നും മിണ്ടുന്നില്ല. അപ്പോൾ പ്രഭാവതി അമ്മയ്ക്കാണെങ്കിൽ ഇത് ആകെ ഒരു കുരിശായതുപോലെ ഫീൽ ചെയ്യുന്നത്. ഇത് എന്നെ വിട്ടു പോകുന്ന ലക്ഷണമൊന്നും ഇല്ല, അഗതിയെ പോലെ ഞാൻ ചെന്ന് കയറേണ്ട അടുത്തേക്ക് എങ്ങനെയാണ് വേറൊരാളെയും കൂട്ടി പോകുന്നേ എന്നൊക്കെ ഇങ്ങനെ നമ്മുടെ പ്രഭാവതി അമ്മ ചിന്തിച്ചിട്ട് ബാഗുമായിട്ട് പ്രഭാവതി അമ്മ അങ്ങ് നടന്നു പോവുകയാണ്. പ്രഭാവതി അമ്മ അങ്ങ് നടന്നു പോയി കഴിഞ്ഞപ്പോഴും പ്രഭാവതി അമ്മയ്ക്കൊന്നും മനസ്സിലാകുന്നില്ല. ആ ഒരു അമ്മയെപ്പറ്റി ഇങ്ങനെ ആലോചിച്ചാണ് വരുന്നത്. തിരിഞ്ഞു നോക്കുമ്പോൾ ഈ അമ്മ പ്രഭാവതി അമ്മയുടെ പിന്നാലെ വരിക. അപ്പോഴേക്കും പ്രഭാവതി അമ്മയ്ക്ക് ടെൻഷനായി. അങ്ങനെ ടെൻഷനായ സമയത്ത് എന്താ, ഞാൻ ആരും ഇല്ലാത്തവളാ, പിന്നെ ഒരഭയം ചോദിച്ച ഓൾഡ് ഏജ് ഹോമിലേക്ക് പോകുന്നത്, പിന്നെ നിങ്ങൾ എൻ്റെ മോളെ വന്ന് അവിടെ കയറ്റില്ല,
എൻ്റെ കൂടെ വരണ്ട, ദയവ് ചെയ്ത് നിങ്ങൾ തിരിച്ചു പോ എന്നൊക്കെ രാധാമണി അമ്മയോട് പറയാം. പ്രഭാവതി അമ്മ നിങ്ങൾക്ക് ആരും ഇല്ലേ എന്ന് ചോദിച്ചപ്പോൾ മോള് എന്ന് പറഞ്ഞു. നിങ്ങൾ മോൾക്കരികിലേക്ക് തിരിച്ചു പോകും, നിങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകുന്നതാണെന്നുള്ളത് മനസ്സിലായെന്ന് രാധാമണി അമ്മയോട് പറഞ്ഞു പ്രഭാവതി അമ്മ. നിങ്ങൾ തിരിച്ചു പോയിക്കോളൂ, നിങ്ങളെ കാണാതെ മോള് സങ്കടപ്പെട്ടേ അന്വേഷിച്ച് നടപ്പുണ്ടാവും എന്നുള്ള കാര്യമൊക്കെ ഇങ്ങനെ പറയുക. ഞാൻ പോട്ടെ പോട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ പ്രഭാവതി അമ്മ ഇങ്ങനെ പോകുക കേട്ടോ. ഈ സമയത്താണെങ്കിൽ ജാനകിയുള്ള സ്ഥലങ്ങൾ മുഴുവൻ ഈ അമ്മയുടെ ഫോട്ടോ കാണിച്ച് തെരഞ്ഞുകൊണ്ട് നടക്കുക. അപ്പോഴാണ് ആ നകുലൻ എന്ന് പറയുന്ന അയാൾ അതുവഴി വരുന്നത്. അപ്പോൾ ജാനകിയെ കണ്ടു. ഈ ഡ്രൈവർ പെട്ടെന്ന് നകുലനെ ജാനകിയെ കാണിച്ചു കൊടുത്തു. ദേ ജാനകിയോ എവിടെ, അങ്ങോട്ട് നോക്കി, എവിടെ എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഈ നകുലൻ കിടന്ന് കാണിക്കുക. അപ്പോൾ ജാനകി ഇങ്ങനെ ഓരോരുത്തരോട് ചോദിച്ചുകൊണ്ടിരിക്കുക. അപ്പോഴേക്കും നകുലൻ അവള് തന്നെ അവളിനി കൈവിട്ട് പോകരുതല്ല, പിടിക്കണമെന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ അവൻ അവിടെ കിടന്ന് ഇങ്ങനെ മുറവിളി കൂട്ടുക. ഈ സമയത്ത് നിരഞ്ജന അമ്മയെന്ന് പറഞ്ഞ് കിടന്ന് വിളിക്കുക കേട്ടോ. അപ്പോൾ അമ്മയെ കാണുന്നില്ല. അപ്പോഴത്തേക്ക് അമൽ ഇറങ്ങി വന്നു. മുകളിലൊന്നും അമ്മയെ കാണുന്നില്ല, അമ്മ എന്തിയെന്ന് ചോദിച്ചു. അപ്പോഴേക്കും അപർണ ഇറങ്ങി വന്നു. എടി നീ അല്ലേ ഇവിടെ ഉണ്ടായിരുന്നു, അമ്മ എന്തിയെന്ന് ചോദിച്ചു. അയ്യോ കുറച്ച് മുൻപ് വരെ എൻ്റെ മടിയിൽ നിന്ന് കളിച്ചുകൊണ്ടിരുന്നതാണ്, ഞാൻ മാറിയപ്പോൾ അതങ്ങ് കാണുന്നില്ലെന്ന് പറഞ്ഞുകൊണ്ട് ഇവള് കളിയാക്കുമ്പോൾ നീ പരിഹസിക്കാണോ എന്ന് ചോദിച്ചുകൊണ്ട് അമൽ ഇവിടെ തല്ലാൻ ചെന്നു. പിന്നെ ഞാൻ എന്ത് വേണമെന്ന് ചോദിച്ചു. ആരോടും പറയാതെ അവരെങ്ങോട്ടെങ്കിലും പോയി കാണുമെന്നും പറഞ്ഞു അപർണ. റൂമിൽ കിടന്ന് പറഞ്ഞാൽ ഞാനെങ്ങനെ ഇതൊക്കെ അറിയാനാണെന്ന് ചോദിച്ചു. അപർണ ദേഷ്യപ്പെടുന്നു. അപ്പോഴത്തേക്ക് അജയ് ഇങ്ങോട്ടേക്ക് വന്നു. കാണാതെ പോയതേ കൊച്ചു കുട്ടിയൊന്നും അല്ലല്ലോ എന്നൊക്കെ അപർണ പറയണേ. അപ്പോൾ അജയ് അമ്മയെ കാണുന്നില്ല, ഇനി ഈ വീട്ടിൽ നോക്കാൻ ഒരു സ്ഥലവും ബാക്കിയില്ല എന്നൊക്കെ ഇങ്ങനെ പറയാം നിരഞ്ജന. അപ്പോൾ നിങ്ങൾ എന്തൊക്കെയാണ് പറയുന്നത്, അമ്മ എവിടെ പോകാനാണെന്ന് അജയ് ചോദിച്ചു. അജയനെ പോലെ തന്നെ എനിക്കും അറിയുള്ളൂ, അമ്മയെ കാണാനില്ല എന്ന് അപർണ പറയുമ്പോഴാണ് ഞാൻ വിവരം അറിയുന്നതെന്നും പറഞ്ഞുകൊണ്ട് അമൽ ഇങ്ങനെ പറഞ്ഞു. അപ്പോൾ അമ്മയുടെ റൂമിൽ നോക്കിയോ, പുറത്തൊക്കെ നോക്കിയോ എന്ന് ചോദിച്ചു. അപ്പോൾ അമ്മ ഈ വീട്ടിൽ ഇല്ലെന്നല്ലേ അജയോട് പറഞ്ഞതെന്ന് നിരഞ്ജന. നീ അമ്മയുടെ റൂമിൽ ഒന്നുകൂടെ നോക്കാൻ പറഞ്ഞു, ചിലപ്പോൾ ബാത്റൂമിൽ വല്ലതും കാണുമെന്ന് അജയ് പറയാം. പെട്ടെന്ന് തന്നെ നിരഞ്ജന ബാത്റൂമിൽ നോക്കാനായിട്ട് പോണു. സമയത്ത് അജയ് ഫോൺ എടുത്ത് അമ്മയുടെ നമ്പറിലേക്ക് നമ്പറിൽ വിളിച്ചപ്പോൾ ഫോൺ സ്വിച്ച് ഓഫ്. അപ്പോൾ അപർണ എങ്ങനെയാണ് അമ്മ ഇവിടെ ഇല്ലെന്ന് അറിഞ്ഞതെന്ന് ചോദിച്ചപ്പോൾ ഞാൻ അമ്മയെ തേടി റൂമിൽ ചെന്നപ്പോഴും അമ്മ ഇവിടെ ഇല്ലെന്ന് അറിയുന്നത്. സാധാരണ ഈ നേരത്ത് അമ്മ കയറി കിടന്ന് ഉറങ്ങുന്നതാ, 4 മണി കഴിഞ്ഞ് എഴുന്നേൽക്കാറുള്ളൂ എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്ക് അജയ് എന്ന് പറഞ്ഞ് നിരഞ്ജന ഓടി വന്നപ്പോൾ ഒരു ലെറ്ററുമായിട്ട് വരുന്നത്. അമ്മ എഴുതി വെച്ചിട്ട് പോയതാണെന്ന് പറഞ്ഞ് ഇത് കാണിച്ചു കൊടുക്കുക. ഇത് വായിച്ചു കഴിഞ്ഞപ്പോൾ ഇവർ ഞെട്ടിപ്പോയിട്ടോ. അപ്പോൾ നിങ്ങൾ 2 മരുമക്കളും ഇതിന് മറുപടി പറയണമെന്ന് അജയ് പറയുമ്പോൾ അജയ് എന്തിനത് ഞങ്ങളോട് ചോദിക്കുന്നത്, അജയ്ക്ക് അറിയാവുന്ന കാര്യങ്ങളെ ഞങ്ങൾക്കും അറിയാവുള്ളൂ എന്ന് പറഞ്ഞ. പിന്നെ കിച്ചണിൽ കയറി ആരോടോ പ്രതികാരം ചെയ്യുന്നത് പോലെയാണ് അമ്മ ജോലിയൊക്കെ ചെയ്യുന്നത്. ആരുടെയും ഔദാര്യത്തിലല്ല കഴിയുന്നതെന്ന് കാണിച്ചു കൊടുക്കാൻ കിച്ചണിലെ പണിയായി മതിയായെന്ന് അമ്മയ്ക്ക് തോന്നിക്കാണും. അമ്മയ്ക്ക് ഈ വീട്ടിലൊരു അവകാശവും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ എന്നൊക്കെ പറയുമ്പം എങ്കിലും അമ്മ എങ്ങോട്ട് പോവാനാ, അലമാരയിൽ അമ്മയുടെ ഡ്രസ്സൊന്നുമില്ല, എല്ലാം അമ്മ കൊണ്ടുപോയിട്ടുണ്ടെന്ന് നിരഞ്ജന പറഞ്ഞു. അത് കേട്ടപ്പോൾ ഇവർക്ക് ആകെ ടെൻഷനായിട്ടോ. പ്രത്യേകിച്ച് അമലിന്, ഇത് നമുക്ക് വലിയ അപമാനമായല്ലോ, അജയേട്ടൻ വന്നേ ഒരുപാട് ദൂരം എത്തും മുമ്പ് അമ്മയെ നമുക്ക് കണ്ടെത്തണമെന്ന് പറഞ്ഞുകൊണ്ട് അവരിങ്ങനെ പോകാൻ നോക്കുമ്പോഴേക്കും അജയ് അതിന് സമ്മതിച്ചില്ല. അപ്പോൾ അപർണ ഇടയ്ക്ക് കയറി, ഇനി അമ്മ വല്ല അനാഥാലയത്തിലേക്ക് പോയതാണോ, ഇനിയിപ്പോൾ മുത്തശ്ശിക്ക് അനാഥാലയത്തിൽ സ്ഥാനം കിട്ടിയെന്ന് പറഞ്ഞാൽ എൻ്റെ അച്ഛൻ നല്ലതുപോലെ കാശ് കൊടുത്തിട്ടാ. അമ്മയ്ക്ക് അത് നന്നായിട്ട് അറിയാം, അതുകൊണ്ട് അമ്മ അങ്ങോട്ട് പോകാനുള്ള വഴിയൊന്നും ഇല്ല എന്ന് പറഞ്ഞ. മറ്റേതെങ്കിലും ഓർഫണേജ് അമ്മ കണ്ടുവച്ചിട്ടുണ്ടാകും എന്നൊക്കെ പറയുമ്പോൾ അത് നിനക്ക് അങ്ങനെ കൃത്യമായിട്ട് പറയാൻ കഴിയുമെന്ന് ചോദിച്ചു അമല. അച്ഛൻ കൈ വെച്ച് സഹായിച്ച എത്രയോ ഓർഫണേജുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്, അച്ഛൻ്റെ പേര് പറഞ്ഞാകും അമ്മ അങ്ങോട്ടേക്ക് പോയിട്ടുണ്ടാവുക, അന്വേഷിക്കുന്നത് ആ വഴിക്കാവുന്നതാവും നല്ലതെന്നൊക്കെ പറഞ്ഞിങ്ങനെ പറയുമ്പോൾ നിങ്ങൾ സംസാരിച്ചെന്ന് സമയം കളയാതെ നിങ്ങൾ വേഗം വാ, നമുക്ക് പോയി നോക്കാവുന്ന നിരഞ്ജന. അപ്പം മക്കൾ അങ്ങ് പോയാൽ മതി, ഞാനില്ലെന്നും പറഞ്ഞുകൊണ്ട് അവരുടെ അങ്ങ് കൈ ഒഴുകി നിന്നു. അത് കഴിഞ്ഞപ്പോൾ ഇവർ തപ്പി പോവുക. അങ്ങനെ ഇവരിതേ അമ്മ അന്വേഷിച്ച് ഇറങ്ങുമ്പോഴത്തേക്കും ജാനകിയുടെ അബിയുടെ അരികിലേക്ക് നമ്മുടെ അബിയും അതുപോലെ സക്കീർ ബായും എത്തി. അപ്പോൾ എന്താ ജാനകി എന്താ പറ്റിയെന്ന് ചോദിക്കുമ്പോൾ എന്താണെന്ന് എനിക്ക് അറിയില്ല അബിയേട്ട, അമ്മ പോയിട്ട് അത്രയും സമയമായിട്ടുള്ളൂ എന്നൊക്കെ പറഞ്ഞ് ജാനകി ഇങ്ങനെ പറയാം. നീ പറയുന്നത് വീടിൻ്റെ മറുഭാഗത്തെ റോഡിലേക്ക് അമ്മ പോയെന്നല്ലേ എന്ന് ചോദിക്കുമ്പോൾ അല്ലെങ്കിൽ പിന്നെ അമ്മ എവിടെ പോകാനാണെന്നൊക്കെ ഇങ്ങനെ അബി ചോദിക്കുക. അപ്പോൾ ഞങ്ങൾ ആ വഴിക്ക് പോകാമെന്ന് കരുതിയപ്പോൾ അബിയേട്ടൻ വന്നതെന്നൊക്കെ ജാനകി പറഞ്ഞു. നമുക്കിനി അങ്ങോട്ട് പോകാം അബിയേട്ടാന്ന് പറഞ്ഞുകൊണ്ട് ജാനകി വെപ്രാളം കൂട്ടുന്നു. അപ്പോൾ നമുക്ക് എത്രയും പെട്ടെന്ന് പോലീസ് സ്റ്റേഷൻ കംപ്ലയിൻറ്റ് ചെയ്യണമെന്ന് സക്കീർ ബായ് പറഞ്ഞു. അങ്ങനെ അവർ വണ്ടിയിൽ കയറി പോകുമ്പോഴേക്ക് ഈ നകുലൻ പിന്നാലെ വേഗം പൂടാ തിരിക്കുക വളയ്ക്കുക ഓടിക്കടാന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഭയങ്കരമായിട്ട് അവൻ കിടന്ന് വെപ്രാളം കൂട്ടുക. ഈ സമയത്ത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തമ്പി ഇങ്ങനെ തൂത്തും തിരുമ്മി അവിടെ ഇരിക്കുക കേട്ടോ. ആ സമയത്താണെങ്കിലോ കൂട്ടുകാരൻ്റെ അടുത്ത് എന്ന് നടന്ന കാര്യങ്ങളൊക്കെ പറയാം, വിശ്വനെന്ന് പറയുന്ന കൂട്ടുകാരൻ്റെ അടുത്ത്. അപ്പോൾ എടാ ഇതെല്ലാം കളിയാടാ, അവനെ വെറുതെ വിടരുതെന്ന് പറഞ്ഞ് കൂട്ടുകാരൻ പറഞ്ഞു കൊടുക്കുന്നു. ഇങ്ങനെ അന്തം വിട്ട് ഇങ്ങനെ ഇരിക്കുക കേട്ടോ. എടാ വീട് കുത്തി തുറന്ന് അകത്ത് കയറുന്നതിൻ്റെ ഒരു ലക്ഷണവും ഇല്ല, പിന്നിലെ വാതിലിൻ്റെ കുറ്റിയും അതുപോലെ ഉണ്ട്, മുന്നിലെ ഡോറ് ഞാനാണെങ്കിൽ ഇപ്പോൾ തുറന്ന് അകത്തേക്ക് കയറിയതല്ലേ ഉള്ളൂടാന്നൊക്കെ നേരം തമ്പി ചോദിച്ചു. അപ്പോൾ സൂര്യനാരായണൻ്റെ പ്രേതമാണെന്നാണോ തമ്പി നീ പറയുന്നതെന്ന് ചോദിക്കുമ്പോൾ പ്രേതമാണെന്ന് പറയാനും മാത്രം മണ്ടനാണോടാ ഞാൻ. എടാ മുകളിലത്തെ നില വഴിയായിരിക്കും ഒരു പക്ഷെ അവൻ അകത്ത് കയറിയിട്ടുള്ളത്, പണി കഴിഞ്ഞ് താൻ തുറന്നിട്ട മുന്നിലെ വാതിലൂടെ അവൻ പോവുകയും ചെയ്ത് കാണുമായിരിക്കും, അതിന് മുൻപ് CCTV ക്യാമറകൾ ഓഫ് ചെയ്തും കാണുമെന്നൊക്കെ പറഞ്ഞ് വിശ്വൻ എല്ലാ വഴികളും പറഞ്ഞു കൊടുക്കുക.
അബി ഭാര്യയ്ക്കൊപ്പം യാത്രയിലാണെന്ന് പറയുന്നതൊക്കെ സത്യമാണോടാ? അപ്പം അതേന്നേ, അവൻ്റെ കാറിൻ്റെ പിന്നാലെ എൻ്റെ ആൾക്കാരുണ്ടായിരുന്നേ. പിന്നെ കാറിൽ അബിയെയും ജാനകിയും മോളെയും അവർ കണ്ടതുമാണ്. ഇനി തൻ്റെ മറ്റു ശത്രുക്കൾ ആരെങ്കിലും ആയിരിക്കോടെ അതിൻ്റെ പിന്നിൽ? മറ്റു ശത്രുക്കളോ? സൂര്യനാരായണൻ്റെ സ്വരമാടോ ഞാൻ കേട്ടതെന്ന് പറയുമ്പോൾ വിശ്വൻ്റെ കണ്ണൊക്കെ മിഴിഞ്ഞിങ്ങ് വരുന്നു. ഒന്നിലധികം ആൾക്കാരുണ്ടായതായിട്ട് എനിക്ക് തോന്നിയെന്ന് ചോദിച്ചപ്പം ഇല്ല, വന്നത് ഒരാൾ മാത്രമാടാ, സത്യമാണെന്നൊക്കെ പറഞ്ഞു. പിന്നെ ഒറ്റ ഒരാളെ എന്നെ ആക്രമിച്ചിട്ടുള്ളൂ എന്നും മറ്റൊരാളുടെ സാന്നിധ്യം അവിടെ ഉണ്ടായിട്ടില്ല എന്ന് തമ്പി ഇങ്ങനെ പറയണു. അപ്പോഴേക്കും വിശ്വനിരുന്ന് ആലോചിക്കാൻ തുടങ്ങി, പ്രേതമാണോ എന്ന്. തമ്പിക്കാണെ പേടിയായി തുടങ്ങി. എൻ്റെ മോനെന്നും പറഞ്ഞ് അവകാശപ്പെട്ട ഒരുത്തം വന്നില്ലേ, ഇനി അവനാണോ എന്ന് എനിക്കൊരു സംശയമുണ്ട് എന്നൊക്കെ ഇങ്ങനെ തമ്പി പറയുന്നുണ്ട്. പക്ഷേ എടാ, സൂര്യനാരായണൻ്റെ ശബ്ദത്തിൽ അവനങ്ങനെ സംസാരിക്കാനൊക്കെ പറ്റുമോടാ? ഓ എൻ്റെ പൊന്നേ, ഞാൻ ഒരു പിടിയും കിട്ടുന്നില്ല എൻ്റെ സേന എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ. അപ്പോൾ തൊട്ടടുത്ത വീട്ടിലാണെങ്കിൽ CCTV ഇല്ല, അതുകൊണ്ടായിരുന്നെങ്കിൽ അതെങ്കിലും നോക്കാമെന്ന് പറയുമ്പോൾ എൻ്റെ പൊന്നു സേന, എടാ താൻ ആദ്യം പറഞ്ഞപ്പോൾ ഞാൻ അത്രയ്ക്ക് അങ്ങ് കാര്യമാക്കിയില്ല. എൻ്റെ പഴയ കാലത്തെ ഫോട്ടോ സക്കീർ ഹുസൈൻ എനിക്ക് കാണിച്ചു തന്നു. രാധാമണിയുടെ മോൻ്റെ കയ്യിലുണ്ടായിരുന്നതാണ് അത്ര ആ ഒരു ഫോട്ടോ. അവൻ്റെ കയ്യിൽ നിന്ന് അതെടുത്തതെന്ന് എന്നോട് പറഞ്ഞത്. അത് അവിടെ കൊണ്ടും തീർന്നില്ല. അബിയുടെ റൂമിൽ ഏതാണ്ട് ഇതുപോലൊരു ഫോട്ടോ ഫ്രെയിം ചെയ്ത് വലുതാക്കി വെച്ചത് എൻ്റെ മോള് കാണാനിടയായി. പക്ഷെ അവൾക്ക് അതിൻ്റെ ഫോട്ടോ എടുത്ത് അയച്ചു തരാനും പറ്റിയില്ല. എനിക്ക് ഉറപ്പുണ്ടടോ, ഹബി ഫ്രെയിം ചെയ്ത് കൊണ്ടുവന്നത് എൻ്റെ ആ പഴയ കാലത്തെ ഫോട്ടോ തന്നെയാണെന്ന് എനിക്ക് ഉറപ്പാണ്. അവൻ തുടങ്ങിക്കഴിഞ്ഞു തമ്പി. തൻ്റെ പേരിൽ വരാൻ പോകുന്നത് നാറ്റ കേസാണെന്നൊക്കെ പറഞ്ഞ് കൂട്ടുകാരൻ തമ്പിയെ പേടിപ്പിക്കുക. നീ എന്നെ ഇങ്ങനെ പേടിപ്പിക്കല്ലേടാ. ആ ഫോട്ടോ തന്നെ സക്കീർ ഹുസൈൻ കാണിച്ചതും താനാണോ എന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടി തന്നെയാണെന്ന് പറയുമ്പോൾ താൻ അത് കയറി സമ്മതിച്ചും കൊടുത്തു. അത് പിന്നെ നമ്മുടെ ഫോട്ടോ കാണിച്ചാൽ നമ്മളാണെന്ന് പറഞ്ഞു പോകത്തില്ലേ? നിനക്കെന്താ പറ്റിയ? അല്ലാണ്ട് പിന്നെ അയാൾക്ക് അത് അവിടെ നിന്ന് കിട്ടിയെന്ന് ചോദിക്കാൻ പറ്റുമോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോൾ പറഞ്ഞിട്ടൊന്നും കാര്യമില്ല എൻ്റെ തമ്പി. അവൻ വെച്ച കെണിയിലേ താൻ തൻ്റെ തല സ്വയം കൊണ്ടുവന്ന് അങ്ങ് വെച്ചു കൊടുത്തു. അതാ ഇപ്പം സംഭവിച്ചിരിക്കുന്നതെന്ന് പറഞ്ഞ് കൂട്ടുകാരൻ തമ്പിയോട് കാര്യങ്ങൾ പറയണം. അയ്യോ അമ്മേന്ന് പറഞ്ഞ് കാറിക്കൊണ്ടിരിക്കുക തമ്പി. രാധാമണി വാരസ്യ അറിയാം ഏത് സമയത്ത് അച്ഛൻ കൊടുത്ത കേസ് കുത്തിപ്പൊക്കാനും അല്ലെങ്കിൽ തൻ്റെ പേരിൽ നിയമ നടപടികൾ ഉൾക്കൊള്ളാനും വരുമെന്നുള്ള കാര്യം ഉറപ്പായെന്ന് പറഞ്ഞു. എടോ, എൻ്റെ ഭാര്യയുടെയും മോളുടെയും മുഖത്ത് ഞാൻ ഇനി എങ്ങനെ നോക്കൂടോ എന്നും പറഞ്ഞ് തമ്പി ഇന്ന് ഭയങ്കര കരച്ചില്ല. മോളുടെയും ഭാര്യയുടെയും മുന്നിൽ മാനം പോകാതിരിക്കണമെങ്കിൽ ഒരു മുഴം മുന്നേ ഇപ്പോഴേ എറിഞ്ഞോളാൻ പറഞ്ഞു. മനസ്സിലായോ എന്ന് ചോദിച്ചു. തന്നെ നാണം കെടുത്തി അപമാനിക്കാനുള്ള ശ്രമത്തിലാണ് അബിയെന്ന് ഇപ്പോഴേ തന്നെ വരുത്തി തീർക്കണം. കേസിന് മുന്നേ താനത് ചെയ്താൽ കുടുംബം തൻ്റെ കൂടെ നിൽക്കുമെന്നും എന്തായാലും വലിയ തെളിവുണ്ടോ എന്ന് ഞാൻ ഒന്നുകൂടെ നോക്കട്ടെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കൂട്ടുകാരൻ അവിടെ നിന്നങ്ങ് പോയി തമ്പി ഇങ്ങനെ സർവ്വദൈവങ്ങളെയും വിളിച്ച് അവിടെ ഇരിക്കുക. ഈ സമയം പിന്നെ കാണിക്കുന്നത് തപ്പി നമ്മുടെ പ്രഭാവതി അമ്മ ഇങ്ങനെ നടന്നൊരു സ്ഥലത്ത് വന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ അവിടെ രാധാമണി അമ്മ കൂടെയുണ്ട്. ഇവരെന്താ വേറെ ആരുടെ പിന്നാലെ പോകാതെ എൻ്റെ പിന്നാലെ വരുന്നതെന്നും പറഞ്ഞുകൊണ്ട് രാധാമണി അമ്മ ഇങ്ങനെ നിൽക്കുന്ന ആ ഒരു സാഹചര്യത്തിലാണ് ഇന്നത്തെ കഥ അവസാനിച്ചിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണോട്ടെ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ്. എല്ലാവരുടെയും സപ്പോർട്ടിനും സ്നേഹത്തിനും ഒരുപാട് നന്ദി ഹൃദയത്തിൻ്റെ ഭാഷയിൽ അറിയിക്കുന്നു. അടുത്ത സൂപ്പർ ഹിറ്റ് കഥയുമായി കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി. ടേക്ക് കെയർ. ബൈ ബൈ. ടാറ്റാ.